ഈ മക്കളെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ അടുത്ത സെക്ഷനായിട്ടുള്ള പൊസിഷൻ ആൻഡ് ടേം പേജ് നമ്പർ 14 വരുന്നതാണ്. അപ്പോൾ ഇനി അതാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ അവർ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. ഈ സെക്ഷനിൽ അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അവർ ഏതെങ്കിലും രണ്ട് പൊസിഷനിലുള്ള, അപ്പം നിങ്ങൾക്ക് അതായത് ഇപ്പോൾ ഒരു രണ്ടാമത്തെ സ്ഥാനത്തുള്ള ഒരാളെ തരും, ഇപ്പോൾ 11 തരും. മൂന്നാമത്തെ സ്ഥാനത്തുള്ള ആളെ തന്നിട്ടുണ്ടാവില്ല. പകരം നമുക്കിപ്പോൾ ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ സ്ഥാനത്തുള്ള ഒരാളെ ഇപ്പോൾ ഒരു 36 തന്നു. എന്നിട്ട് നമ്മളോട് പറയും ഇങ്ങനെ തരും. എന്നിട്ട് പറയും ചിലപ്പോൾ ബാക്കി ടേംസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, ആദ്യത്തെ ഫസ്റ്റ് 5 ടേംസ് എന്താണ്, അല്ലെങ്കിൽ ആദ്യത്തെ 5 ആൾ ആരാന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും രണ്ട് ടേം, ഏതെങ്കിലും പൊസിഷനിലുള്ള രണ്ട് ടേം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഏത് ടേം ചോദിച്ചു കഴിഞ്ഞാലും കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് 1 ആസ് ദ ഫസ്റ്റ് ടേം ആൻഡ് 11 ആസ് ദ സെക്കൻഡ് ടേം. അപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ടേം എന്തായിരിക്കണം, 1 ആയിരിക്കണം. രണ്ടാമത്തെ ടേം എന്താവണമെന്ന് പറഞ്ഞിട്ടുണ്ട്, 11 ആവണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് രണ്ട് ടേം കിട്ടി. ഇനി നമുക്ക് സുഖമായി അടുത്ത ടേംസ് എഴുതാം. കാരണം ഒന്നെങ്ങനെ 11 ആയിട്ടുണ്ടാവുക, പ്ലസ് 10 ആഡ് ചെയ്തപ്പോഴാണ് ആണോ. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ എങ്ങനെയാ, അപ്പോൾ 11 - 1 ചെയ്താൽ മതി 10. അപ്പോൾ കോമൺ ഡിഫറൻസ് 10 ആണ്. അപ്പോൾ ഇനി 10 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി നമുക്ക് ബാക്കി സീക്വൻസ് കിട്ടാൻ. ഓക്കെ ആണോ. അപ്പോൾ എന്ത് വരും, 21 വരും, 31 വരും, 41 വരും. ഇത്ര മതി. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു അപ്രോച്ച് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ളത് സിമ്പിളാണ്, അതിൽ ഡൗട്ട് വരാനൊന്നുമില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് 1 ആസ് ദ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 1 ആണെന്നുള്ളത്. ഓക്കെ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, 11 ആസ് ദ തേർഡ് ടേം. സെക്കൻഡ് ടേം ഒന്നും തന്നിട്ടില്ല. പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, തേർഡ് ടേം തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ടേം തന്നിട്ടില്ല, പകരം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, തേർഡ് ടേം തന്നിട്ടുണ്ട് 11 ആണെന്നുള്ളത്. അപ്പോൾ നോക്കി നോക്ക്, നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ഇതെന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ അവിടെ ഷുവറായും എന്തുണ്ടാവും, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവുമോ, ഉണ്ടാവും. അപ്പോൾ 1 കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടി, കോമൺ ഡിഫറൻസിനെ ഞാൻ ഡി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സെക്കൻഡ് ടേം കിട്ടി. കൂടെ ഒരാളുണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കണം. ഈ സെക്കൻഡ് ടേം കൂടെ നമ്മൾ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് കൂടെ കൂട്ടി. അത് എത്രയാണോ, ഒരു സംഖ്യ ആവാം, ചിലപ്പോൾ 5 ആവാം, 10 ആവാം, ഏതൊരു സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അത് കൂടെ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ നമുക്ക് 11 കിട്ടിയിട്ടുണ്ടാവും, ആണോ. അപ്പോൾ നമുക്ക് അതിന് ഇങ്ങനെ എഴുതിക്കൂടെ, അതായത് ഫസ്റ്റ് ടേം കൂടെ നമ്മൾ എന്ത് കൂട്ടി, 2 കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, തേർഡ് ടേം കിട്ടി, ആണോ. നോക്കി നോക്ക്, ഫസ്റ്റ് ടേം ഇവിടെ ഉണ്ട്, ഇത് കൂടെ 2 വട്ടം, ഒരു വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സെക്കൻഡ് ടേം കിട്ടി. വീണ്ടും ഒരു വട്ടം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, തേർഡ് ടേം. ഫസ്റ്റ് ടേം കൂടെ നമ്മൾ 2 വട്ടം കോമൺ ഡിഫറൻസിനെ ഞാൻ ഡി എന്ന് വിളിക്കുകയാണെങ്കിൽ 2 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, തേർഡ് ടേം കിട്ടും. ഇത് ക്ലിയർ ആണോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ തന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കാം. അവിടെ എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് ടേം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 1 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഓക്കെ, തേർഡ് ടേം തന്നിട്ടുണ്ട്, എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 11 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ടേം എന്താണ്, 1 ആണ്. അതിൻ്റെ കൂടെ 2 കോമൺ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്തപ്പോൾ ആണല്ലോ 2 × d എന്നാണ്. അപ്പോൾ നമുക്ക് 2d എന്ന് എഴുതിയാൽ മതി. ഓക്കെ. 2d എന്ന് എഴുതി കഴിഞ്ഞതിൻ്റെ അർത്ഥം 2 × d എന്നാണ്. അത് ശ്രദ്ധിക്കണേ. തേർഡ് ടേം എന്താണ്, 11 ആണ്. ഇതുവരെ ക്ലിയർ ആണോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് d ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുക, എക്സിന് വേണ്ടി സോൾവ് ചെയ്യുന്ന മാതിരി തന്നെ, ഡൗട്ടൊന്നും വരാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ +1 നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകും. ഇവിടെ ഓൾറെഡി 11 ഉണ്ട്, ഇവിടെ ഉള്ള ഈ +1 വെറും 1 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം +1 ആണ്. +1 അപ്പുറത്തോട്ട് പോകുമ്പോൾ -1 ആവും. അപ്പോൾ 2d എന്ന് പറയുന്നത് 10 ആവും. അല്ലെങ്കിൽ d എന്ന് പറയുന്നത് എന്താവും, 2 × d എന്നാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ 10 ഡിവൈഡഡ് ബൈ എന്നാവും. അപ്പോൾ 10/2 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ആ സീക്വൻസ് എഴുതിക്കൂടെ, അതായത് ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്താവും, ഫസ്റ്റ് ടേം നമുക്കറിയാം, കോമൺ ഡിഫറൻസും അറിയാം. അപ്പോൾ ഇനി ആ കോമൺ ഡിഫറൻസ് ഇങ്ങനെ ആഡ് ചെയ്താൽ പോരെ, 1 കൂടെ 5 കൂട്ടിയപ്പോൾ 6, 6 കൂടെ 5 കൂട്ടിയാൽ എന്ത് വരും,
എന്ത് വരും? 11 വരും. ഓക്കെ ആണോ? അടുത്തെന്ത് വരും? ഇനി എത്ര ടേം ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. 11 കൂടെ 5 കൂട്ടിയാൽ 16 വരും. അടുത്ത് 21 വരും. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. ഇതാണ് കേട്ടോ ആൻസർ. ക്ലിയർ ആണോ? സിമ്പിൾ പരിപാടിയാണ്, തെറ്റിക്കരുത്, മനസ്സിലാക്കി വെക്കുക. ഇനി ഇങ്ങനത്തെ 2-3 പ്രോബ്ലം കൂടി നോക്കാം. ഓക്കെ, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? റൈറ്റ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് 2 ആസ് ദ ഫസ്റ്റ് ടേം. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? ഓക്കെ, ഫസ്റ്റ് ടേം 2 എന്ന് തന്നിട്ടുണ്ട്. അതേമാതിരി എന്ത് തന്നിട്ടുണ്ട്? 11 ആസ് ദ ഫോർത്ത് ടേം. ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 11 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കിത് ഫിഗർ വരക്കേണ്ട കാര്യമൊന്നുമില്ല. ഫിഗർ ഉണ്ടെങ്കിൽ എങ്ങനെയാവും? ഫസ്റ്റ് ടേം 1 ഉണ്ട്, അതിൻ്റെ ഇടക്കാരുണ്ടാവും 2 ടേം ഉണ്ടാവും, സെക്കൻഡ് ടേം ഇവിടെ ഉണ്ടാവും, തേർഡ് ടേം ഇവിടെ ഉണ്ടാവും. ഇവിടെ എന്തുണ്ട്? 11 ഉണ്ട്. ആണോ? അപ്പോൾ നമ്മൾ എത്ര വട്ടം ഡി കൂട്ടിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഡി ഇവിടെ ഉണ്ടാവും, ഒരു ഡി ഇവിടെ ഉണ്ടാവും, ഒരു ഡി ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഒരു ഡി കൂട്ടുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ടേം കിട്ടും, വീണ്ടും ഒരു ഡി കിട്ടുമ്പോൾ മൂന്നാമത്തെ ടേം. അപ്പോൾ എന്ത് വരും? ഇനി ഇങ്ങനെ വരക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് എഴുതാം. ഇതിൻ്റെ കാര്യമില്ല, നമുക്ക് ഇത് കണ്ടാൽ തന്നെ എനിക്ക് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതിക്കൂടെ? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഫസ്റ്റ് ടേം പ്ലസ് 3D ആണോ? 3 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫോർത്ത് ടേം കിട്ടും. ക്ലിയർ ആണോ? അല്ലേ? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഡൗട്ടുള്ളവർക്ക് ഒരു 2 പ്രോബ്ലം ഒക്കെ വരച്ച് നോക്കി ചെയ്യാം. അതായത് ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 2. ഇതിൻ്റെ ഇടയ്ക്കുള്ള 2 ആളെ തന്നിട്ടില്ല, ബാക്കി എന്തുണ്ട്? 11 എന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിവിടെ എത്ര ഡി ആഡ് ചെയ്യുന്നുണ്ടാവും? ഒരു ഡി ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും, വീണ്ടും ഒരു ഡി ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം കിട്ടും, തേർഡ് ടേം കൂടെ ഒരു ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർത്ത് ടേം കിട്ടും. അപ്പോൾ 3 ഡി. കറക്റ്റ് അല്ലേ? ഇതെങ്ങനെ എഴുതി എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ കാര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് എന്ത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫസ്റ്റ് ടേം 1 + 3 4 ഉണ്ടോ? അപ്പോൾ എഴുതുമ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ടേം പ്ലസ് 3 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർത്ത് ടേം കിട്ടും. അപ്പോൾ നമുക്കൊന്ന് തന്ന കാര്യങ്ങൾ വെച്ച് സോൾവ് ചെയ്ത് നോക്കാം. തന്നത് എന്തുണ്ട്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 2. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 2 ആണെന്ന്. ഡി നമുക്കറിയില്ല, ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു ഫോർത്ത് ടേം തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 11 ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് 3 × d ഇവിടെ നിർത്തുക, ബാക്കിയുള്ളതിന് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ എന്താവും? 11 - 2 അല്ലെങ്കിൽ 3d = 9 എന്ന് വരും. ഓക്കെ, ബാക്കി ഞാൻ അവിടെ എഴുതുന്നുണ്ട്, ഇതിൻ്റെ ബാക്കി അവിടെ ഉണ്ട്. അപ്പോൾ 3d = 9 എന്ന് വരും. അത് നമുക്ക് ഡി എന്ത് എഴുതാൻ പറ്റും? 9/3. അതെന്ത് വരും? 3 തന്നെ വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് 3 ആണ്. ഓക്കെ, നമ്മുടെ സീക്വൻസ് എങ്ങനെ വരും? ഫസ്റ്റ് ടേം 2 എന്ന് തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് 3. അപ്പോൾ ആഡ് ചെയ്ത് പോയാൽ പോരെ? 2 3 5, 5 3 8, 8 3 11, 11 3 14. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് തന്നെ ഇത് ശരിയാണോ എന്ന്, നമ്മൾ എഴുതിയ ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടേം 2 അല്ലേ? ഫസ്റ്റ് ടേമിൻ്റെ സ്ഥാനത്ത് 2 തന്നെ ഉണ്ട്. ഫോർത്ത് ടേം 11 ആണോ? ഫോർത്ത് ടേം 11 ആണ്. അപ്പോൾ കറക്റ്റ് അല്ലേ? അപ്പോൾ ഐഡിയ കിട്ടിയോ? ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് എന്താണോ എന്ന് ചെക്ക് ചെയ്യാം, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് തേർഡ് ടേം 37 ആൻഡ് സെവൻത്ത് ടേം 73. ഓക്കെ, അപ്പോൾ ഇവിടെ ആരൊക്കെ തന്നിട്ടുണ്ട്? തേർഡ് ടേം തന്നിട്ടുണ്ട് 37. ഓക്കെ, അപ്പോൾ തേർഡ് ടേം തന്നിട്ടുണ്ട് 37. അതേമാതിരി ആര് തന്നിട്ടുണ്ട്? സെവൻത്ത് ടേം തന്നിട്ടുണ്ട്. സെവൻത്ത് ടേം തന്നിട്ടുണ്ട് എത്രയാണെന്ന്? ഓക്കെ, 73 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കാണാൻ പറ്റുള്ളത് ഈ സീക്വൻസിൻ്റെ ആദ്യത്തെ 5 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എന്ത് എഴുതാം? തേർഡ് ടേമിൻ്റെ കൂടെ എത്ര വട്ടം കൂട്ടിയാലാണ്? 4 ടൈം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെവൻത്ത് ടേം കിട്ടും. ആണോ? 3 + 4 = 7. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. സെവൻത്ത് ടേം കിട്ടും. ഓക്കെ ആണോ? അത് മാറ്റുന്നുണ്ട്. എന്ത് വരും? ഇനി നമുക്ക് തന്ന കാര്യങ്ങൾ കൊടുക്കാം. തേർഡ് ടേം 37 ആണെന്ന് തന്നിട്ടുണ്ട്, +4d ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 73, സെവൻത്ത് ടേം ആയിട്ടുള്ള 73 കിട്ടും. അപ്പോൾ 4d എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 73 - 37 വരും. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 73 - 37. സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. 73 - 37. ഇത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിമൈൻഡർ. സബ്ട്രാക്ഷൻ ഒന്നും ഡൗട്ട് ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ബേസിക് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടോ? 6 36 എന്ന് വരും. ഡൗട്ടില്ലല്ലോ. അപ്പോൾ എന്ത് വരും? ഹോൾ ഡി നമുക്ക് എത്ര കിട്ടും? 36 എന്ന് കിട്ടും. ബാക്കി ഇവിടെ എഴുതുന്നുണ്ട്.
ഇപ്പോൾ 4D ഈക്വൽ ടു 36 എന്ന് വരും. D ഈക്വൽ ടു 36/4 അല്ലെങ്കിൽ എന്ത് വരും? D ഈക്വൽ ടു 9 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസും കിട്ടി. പിന്നെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? തേർഡ് ടേം ആണ്. ഓക്കെ ആണോ? പക്ഷെ നമുക്കിപ്പോൾ തേർഡ് ടേമും കോമൺ ഡിഫറൻസ് കിട്ടി. പക്ഷെ നമുക്ക് ഫസ്റ്റ് ടേം അറിയില്ല. ശ്രദ്ധിച്ചട്ടോ, ഈ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോ. നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനേ ഇതിനെങ്ങനെ എഴുതിക്കൂടെ നമുക്ക്? അതായത് തേർഡ് ടേം നമുക്ക് എങ്ങനെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ശരിക്ക് തേർഡ് ടേമിന്ന് എന്ത് കുറച്ചാൽ മതി? 2 വട്ടം കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതിയോ? 3 - 2 1 ആയി. അങ്ങനെ ആലോചിച്ച് നോക്കാം. ഫസ്റ്റിന്റെ സ്ഥാനത്ത് 1 അല്ലേ? ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ ഒന്നാമത്തെ ആള്. അപ്പോൾ തേർഡ് ടേമിന്ന് 2 വട്ടം കോമൺ ഡിഫറൻസ് കുറച്ചാൽ പോരെ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടൂലേ? ഫസ്റ്റ് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് ടേം നമുക്കറിയാം 37 ആണെന്ന്. അതേമാതിരി കോമൺ ഡിഫറൻസ് നമുക്കിപ്പോൾ കിട്ടി എത്രയാണെന്ന്? 9 ആണെന്ന് കിട്ടി. ഡൗട്ട് ഉണ്ടോ? എന്ത് വരും? 37 - 2 × 9 2 × 9 ഓക്കെ ആണോ? അപ്പോൾ 37 - 18 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ടേമും എന്ത് തന്നെ വരും? 37 18 കുറച്ച് തന്നെ എന്ത് വരും? 7 പോവില്ല. അപ്പോൾ 17 ആവും. അപ്പോൾ എന്ത് വരും? 9 ഇവിടെ 2 ഉണ്ടാവും. 19 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? ഫസ്റ്റ് ടേം നമുക്ക് 19 എന്ന് വരും. അപ്പോൾ 19 ഇനി ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യമായി. ഫസ്റ്റ് ടേമും ആയി, കോമൺ ഡിഫറൻസും ആയി. അപ്പോൾ ഇനി നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം 19, കോമൺ ഡിഫറൻസ് ഇനി 9 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ എന്ത് വരും? 28 വരും, 37 വരും, ഇങ്ങനെ 46 വരും, 55 വരും. ഓക്കെ, 64 വരും, 73. കണ്ടോ? അപ്പോൾ നമുക്ക് ആൻസറും ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് കിട്ടി. നമുക്ക് തേർഡ് ടേം 37 അല്ലേ? അതേമാതിരി എന്തുണ്ട്? 7th ടേം നമുക്ക് എന്ത് വന്നു? 73 എന്നും വന്നു. അപ്പോൾ നമ്മുടെ എല്ലാം ക്ലിയർ ആണ്. വെരിഫൈയും ചെയ്തു. നമുക്ക് എത്ര ടേം വേണമെങ്കിൽ ഇനി എഴുതിക്കൂടെ? അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ, അതായത് പേജ് നമ്പർ 15 തന്നെ 2 സെക്ഷനായിട്ട് പ്രോബ്ലംസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാവും. മറ്റു വീഡിയോയിൽ നമ്മൾ മാക്സിമം അത് കവർ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, എനിവേ താങ്ക് യു.